അപ്പോൾ രാവിലെ തന്നെ തുടങ്ങാൻ കേട്ടോ. നല്ല പുല്ലും കാടുമായിട്ടുണ്ട് കേട്ടോ മുറ്റത്ത്. മഴ അങ്ങോട്ട് പെയ്തപ്പോഴേക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നല്ല തിരക്കിലായിപ്പോയി. മുറ്റത്തൊന്നും ഇറങ്ങാനൊന്നും സമയം കിട്ടിയിരുന്നില്ല. ഒക്കെ കഴിഞ്ഞ് രാവിലെ നേരത്തെ അങ്ങോട്ട് ഇറങ്ങി. ഒരു വെയിലൊക്കെ കാണാനുണ്ട്. പുല്ലൊക്കെ കൊണ്ട് പറിച്ചെടുക്കുകയാണ്. താഴെയുള്ളതൊന്നും നമുക്ക് പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റില്ല, ചെത്തിയെടുക്കണം. അപ്പം ഞാൻ എന്തായാലും മുറ്റത്ത് കൂടി ഉണ്ട്. അപ്പോൾ കോഴികളെ വിട്ടിട്ടുണ്ട്, അവരിതിനങ്ങനെ നടക്കുന്നുണ്ട്. താറാവുകളൊക്കെ പോയിട്ട് വിടണം. അപ്പോൾ നമ്മൾ മുറ്റത്തുണ്ടാകുമ്പോൾ നായ വരുന്നുണ്ടോ നോക്കും ചെയ്യാമല്ലോ. കുറച്ച് വൃത്തിയാക്കട്ടെ. ബാക്കിയുള്ളൊരു കുറേ ആൾക്കാർ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇവരങ്ങോട്ട് പുറത്തേക്ക് വന്നു. ബാ ബാ ഈ കോഴികളൊക്കെ മുട്ടിട്ട് തുടങ്ങി കേട്ടോ. പൂവന്മാരാണേ, ബാക്കിയുള്ളവരൊക്കെ പൂവന്മാരാ. അതിലൊരു പെട്ടുണ്ട്. അപ്പോൾ ഞാൻ താറാവുകളൊക്കെ വിട്ടിട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ പണി നടക്കും, അവരെ നോക്കും ചെയ്യാം. നമ്മൾ നിൽക്കുമ്പോഴേ അവരെ വിടാൻ പറ്റുള്ളൂ. അവർക്ക് തീറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ മുറ്റത്തുള്ള പണികൾക്ക് ഇതാ നമുക്ക് കുറേ ആൾക്കാരും വന്നിട്ടുണ്ട് കൂട്ടിന്. ഇവരുണ്ടെങ്കിൽ എന്താ അറിയോ, എന്തെങ്കിലും അല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും, നമുക്ക് ബോറടിക്കൂല്ല. ഇങ്ങോട്ട് വരെ ബാ ബാ ബാ. പുല്ല് കുറേയൊക്കെ അങ്ങനെ പറിച്ചെടുത്തുട്ടോ. താഴെ പതിഞ്ഞതൊക്കെ ഇനി ഇങ്ങനെ പശുക്കുട്ടി തിന്നോളും. സൈഡത്തൊക്കെ അങ്ങനെ പറിച്ചെടുക്കുക. ആകെ കാടായി. ഈ സൈഡൊക്കെ അതിനേക്കാളും കഷ്ടം. പുല്ലുള്ളതൊക്കെ ആണ് പറിച്ചെടുക്കുക. അപ്പം നിലത്ത് പതിഞ്ഞതൊക്കെ ഇങ്ങനെ നമ്മളെ പശുക്കുട്ടിനെ വിട്ടാലേ അവൻ കഴിച്ചോളും. ചോറിങ്ങനെ കഴിക്കട്ടെ. കുറെ കോഴികൾ അപ്പുറത്തോട്ടോ, അതൊക്കെ അപ്പുറത്തുണ്ട്. പിന്നുള്ളൊക്കെ അത്യാവശ്യത്തിന് നല്ല പൊന്തി. തെങ്ങ് തുറക്കാൻ മാത്രം ആളെ വിളിക്കും ഞാൻ. മറ്റേ നമുക്ക് മുതലാവില്ല. മുറ്റം പണിക്കും പുല്ല് പറിക്കാനൊക്കെ തെങ്ങ് തുറക്കാൻ മാത്രം ആൾ നാട്ടിൽ പോകണം, അയാളെ വിളിക്കാച്ചിട്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ തന്നെ ചെയ്യും. അല്ലാതെ നമുക്ക് മുതലാവില്ല. മുറ്റം ശരിയാക്കാനൊക്കെ ആൾക്കാരെ വിളിച്ചാലേ അവരൊരു 4-5 ദിവസം പുല്ല് പറിച്ചിട്ട് കൂടും. ഇവിടെ വാടാ, ഇങ്ങോട്ട് വരി, ഇവിടെ വരി, വായോ, ഇവിടെയാണ്, ഇവിടെ അങ്ങോട്ട് വരും. ബാ ബാ. ഞാൻ വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അവരൊക്കെ ഞാൻ കൂടിൻ്റെ ഉള്ളിൽ കയറ്റും കേട്ടോ. ഇവിടെ വിട്ടു പോവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ നായ്ക്കൾ വരും. ഓരോ വണ്ടിയോട് കയറിയിട്ട് അപ്പുറത്ത് കൂടി വെട്ടണം. ബാ 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 ബാ. ഞമ്മക്ക് കുറച്ച് കോഴിക്കുട്ടികൾ സെറ്റാവുന്നുണ്ട്. അവരൊക്കെ കൂടൊക്കെ ഒന്ന് ശരിയാക്കാനൊക്കെ ഉണ്ട്. കൂടൊക്കെ ആകെ പൊളിഞ്ഞതാണ്, അതുകൊണ്ടപ്പം കുറച്ചെണ്ണ ഈ കൂടെ ഒന്ന് സെറ്റാക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വരും വരും, ഇങ്ങോട്ട് വരും. ബാ ബാ ബാ. ഇതാണ് ഇവിടുത്തെ കഥ. താഴത്തെ കണ്ട ഈ പുല്ലൊക്കെ കണ്ട് പറിച്ചെടുക്കുക.
ശംഖുപുഷ്പം നിറയെ വിരിഞ്ഞിക്കണൊക്കെ ഉണ്ടോ? കാണിച്ചരാട്ടോ. എങ്ങനെയുണ്ടടാ? എങ്ങനെയുണ്ട്? 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 ഉണ്ടടാ. ആദ്യമൊക്കെ അവിടെ ചുവപ്പ് പൂവന്മാരായിട്ടുണ്ടായിരുന്നേ. വെറുതെ കഴിഞ്ഞു. ഒരൊറ്റ ആളുണ്ട് ഇനി അങ്ങനത്തെ. വേനലിൽ കുറച്ച് അസുഖം വന്നു. അതിൽ അങ്ങനത്തെ പൂവന്മാരെ കുറച്ച് പോയി. ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടവർ തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? ഹായ് പറയൂ. 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 ഹായ് പറഞ്ഞു. ഹായ് പറയണില്ല. ഭയങ്കര കണക്കാട്ടവർക്ക്. ഹായ് പോയിക്കോ പോയിക്കോ. ഇവരിൻ്റെ കൂടെ എങ്ങനെ ഉണ്ടാവും. ഇവരിങ്ങനെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കും നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാൻ തോന്നൂല. അതാണ് വേറെ സ്നേഹവും വരെ. ഞാൻ മെയിനായിട്ട് വളർത്തണം അതിന് തന്നെ കേട്ടോ. അല്ല അപ്പോൾ ഇതൊന്നും നമുക്ക് വലിയ സമ്പാദ്യത്തിന് വേണ്ടിയിട്ടൊന്നുമില്ല. ഇതിൽ നിന്നൊന്നും വലിയ സമ്പാദ്യം കിട്ടിയിട്ടൊന്നും ഇപ്പോൾ നമുക്ക് നടക്കില്ല. ഞാൻ ഏത് കാലത്തും വളർത്തുന്നുണ്ട്. എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷം ഇവരിങ്ങനെ കൂടെ ഉണ്ടാകുമ്പോൾ. എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ ജോലിയുള്ള സമയത്തും എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ ഇവരെ ഉണ്ടാവും. ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെയാണ്. ഞങ്ങളെ പണികളങ്ങനെ തുടരട്ടെ. ഇവരും എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. ഞാൻ മുറ്റത്തുനിന്ന് മാറുന്ന വരെ കൂടെ ഉണ്ടാവും. അപ്പം എല്ലാവരും പറയും ബൈ എന്ന് പറയൂ. ബൈ പറഞ്ഞേ. ബൈ പറഞ്ഞേ. ബൈ ബൈ. ബൈ പറഞ്ഞിട്ടോ എല്ലാവരും. ഓക്കെ ഓക്കെ ബൈ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൃഷ്ണനെ കൊണ്ടിട്ട് കൊടുക്കട്ടെ. പുല്ലൊക്കെ കുറേ പുല്ലൊക്കെ കളഞ്ഞു. ബാക്കിയുള്ളത് അവർ കൊണ്ടിട്ട് കൊടുക്കാം. ഒട്ടിച്ചുണ്ണി പോയിരിഞ്ഞിട്ടുണ്ട്. ചെറുതാണ്. എൻ്റെ തൂക്കച്ചട്ടികളൊക്കെ വീണ് കിടക്കുന്നു. ഇതൊക്കെ ശരിയാക്കണം ഇനി. ഇതൊക്കെ അങ്ങോട്ട് തൂക്കാനുള്ളതാണ്. ഇവിടെ കുറേ ദിവസം ഈ ഫ്രെയിം അടിച്ചിട്ടിട്ട് പണിക്കാർ വരാത്തതുകൊണ്ടാണ്. വേണ്ട പർഗോളം ഇടാനുള്ള. അല്ലെങ്കിൽ നമ്മൾ സിറ്റൗട്ട് മൊത്തം വെള്ളമാവും കേട്ടോ. ഫുള്ള് വെള്ളം സിറ്റൗട്ടിക്കാവും. അങ്ങനെ ഇട്ടതാണ്. ഇതിപ്പോൾ ഊരിയിട്ടിട്ട് 10 വർഷമായിരുന്നു ഇട്ടിട്ട്. അതൊക്കെ നാശമായപ്പോൾ ഊരിയിട്ട് വേറെ ഇടാൻ വേണ്ടിയിട്ടാണ്. പണിക്കാർ വന്നിട്ടില്ല. എന്നിട്ടും എനിക്ക് തൂക്കച്ചട്ടികളൊക്കെ അവിടെ തൂക്കാൻ വേണ്ടിയിട്ട്. ഇത്ര ദിവസങ്ങളല്ല മാസങ്ങളായി ആൾ വന്നിട്ടില്ല. ഇതൊക്കെ ഇഷ്ടംപോലെ പറിക്കാണ്ട് പുലി ഭാഗത്തൊക്കെ. ഇതൊക്കെ ഒന്ന് ശരിയാക്കി അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോകണം. ഒക്കെ അങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ്. അവിടെ പണി നടക്കുമ്പോൾ ഒക്കെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഒക്കെ ഒന്ന് ശരിയാക്കണ്ട്. ഇത്രയും പൊന്തയാണ് കെട്ടിയിട്ടുള്ളത്. ഇതൊന്നുമില്ലെങ്കിൽ മെഷീൻ വെക്കണം, അല്ലെങ്കിൽ നമ്മൾ വെട്ടണം. അത് മിക്കവാറും ഞാൻ തന്നെ വെട്ടി അത് കൊടുക്കും. അതിൻ്റെ ഇടയിലൊന്നും വന്ന് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടോ. അല്ല പാമ്പോ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ വെച്ചിട്ടാണ് ഇവരെ കൊണ്ടുവന്ന് കെട്ടുന്നത്. ഇത് നമ്മൾ ഇതിനങ്ങനെ നടക്കണമല്ലേ.
അപ്പം അവരെങ്ങനെ കെട്ടുമ്പോൾ എന്താവും, എല്ലാവരൊക്കെ ഉണ്ടെങ്കിൽ മാറിപ്പോയിക്കോളൂല്ലോ. ഇതിനെപ്പോഴും ഉണ്ടാവും, പാമ്പോ ചേരൊക്കെ ഉണ്ടാവും. ഇത്ര പെട്ടെന്നാണ് പന്ത് കെട്ടിയിട്ടുള്ളത്. ഈ തെങ്ങൊക്കെ തുരന്നത് ബാക്കിയുള്ളതേ വെട്ടിക്കുള്ളൂ ഞാൻ. തെങ്ങ് തുറക്കുമ്പോൾ കുറേ ചുറ്റുള്ള പന്തൊക്കെ അങ്ങനെ പോവും. അത് കഴിഞ്ഞിട്ട് വേണം മെഷീൻ വെക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുള്ളൂ. ഭക്ഷണം കഴിച്ചില്ല, ഇനി നടന്നോളി. അതിനെങ്ങനെ നടന്നോളി നിങ്ങൾ. കണ്ടില്ലേ എത്രയേറിയോ താഴൊക്കെ അതൊക്കെ വീണെടുക്കണു, തൂങ്ങണു ഒക്കെ ഉണ്ട് കേട്ടോ, നിറയെ ഉണ്ട്. നമുക്ക് പൊട്ടിച്ചിനി അച്ചാറിടണം. നമ്മൾക്ക് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മുടെ സമയമില്ലാതെ കഴിഞ്ഞാൽ ഒക്കെ കുളവും, സകലമാന കാര്യങ്ങളും കുളവും. ഒക്കെ വള്ളിയും ഇതൊക്കെ കയറി